വൈറ്റൽ വില്ലേജസ് ആൻഡ് ത്രൈവിംഗ് ടൗൺസ്. പുതിയ സാമ്രാജ്യങ്ങളുടെയും നഗരങ്ങളുടെയും ഉദയം കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും വളർച്ചയിലേക്ക് നയിച്ചു. ഇത് പുതിയ പുതിയ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. ഇരുമ്പ് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം കൃഷിയുടെ വളർച്ചയ്ക്ക് വളരെ ഉപയോഗം ചെയ്തു. കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാനും കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മണ്ണിനെ ഒരുക്കിയെടുക്കാനും ഇരുമ്പ് ഉപകരണങ്ങൾ സഹായിച്ചു. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ആഴത്തിൽ കുഴിക്കുന്നതിനും മറ്റും ഇരുമ്പിന്റെ കലപ്പ വളരെയധികം സഹായകമായി. അയൺ പ്ലഗ്ഷെയർ മൂലം കൃഷി വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുകയും വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. കരകൗശല തൊഴിലാളികളുടെയും അവരുടെ ഉൽപ്പന്നങ്ങളുടെയും വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും അവയുടെ വളർച്ച കാണാം. ഓരോ ഗ്രാമത്തിലും നെയ്ത്തുകാരും ചായം മുക്കുന്നവരും കുശവന്മാരും കൊല്ലന്മാരും സഞ്ചി നിർമ്മാതാക്കളും തട്ടാന്മാരും മരപ്പണിക്കാരും കരകൗശല വിദഗ്ധന്മാരുമെല്ലാം ഉണ്ടായിരുന്നു. അക്കാലത്തെ പ്രധാന തൊഴിലുകളായിരുന്നു പട്ടുനെയ്ത്ത്, ചായമുക്കൽ, നാണയ നിർമ്മാണം, ആനക്കൊമ്പ് കൊണ്ടുള്ള നിർമ്മാണം, തുണി നെയ്ത്ത്, മുത്തു നിർമ്മിക്കൽ തുടങ്ങിയവ. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്ന ഒരുതരം മനോഹരമായ പാത്രം ആർക്കിയോളജിക്കൽ സോഴ്സായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രേണികൾ എന്ന സംഘടനയ്ക്ക് കീഴിലായിരുന്നു ഭൂരിഭാഗം കരകൗശല വിദഗ്ധന്മാരും ഉണ്ടായിരുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചതോടെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് അവ ഒഴുകിയെത്തി. ഇത് വ്യാപാര രംഗത്ത് വൻ വളർച്ചയ്ക്ക് കാരണമായി. കച്ചവടക്കാരും വ്യാപാരികളും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വ്യാപാരത്തിൽ പങ്കാളികളായി. വ്യാപാരികൾ ഗിൽഡുകളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. നാണയങ്ങളുടെ ഉപയോഗം പഞ്ച്മാർക്ക്ഡ് കോയിനിന്റെ ഉദയത്തിന് കാരണമായി. വ്യാപാരത്തിന് നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന നികുതി രാജാവിന്റെ പ്രധാന വരുമാന മാർഗമായിരുന്നു. ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് വലിയ അറിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. കഥകളിൽ നിന്നും കപ്പിത്താന്മാർ, സഞ്ചാരികൾ തുടങ്ങിയവരുടെ എഴുത്തുകളിൽ നിന്നും പ്രതിമകളിൽ മറ്റും കൊത്തിവെച്ചിരിക്കുന്ന ദൈനംദിന ജീവിത ചിത്രത്തിൽ നിന്നും ആണ് ജനങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാം നഗരവൽക്കരണത്തിന്റെ ഫലമായി ഉയർന്നു വന്ന നഗരങ്ങളാണ് വൈശാലി, ഉജ്ജയിനി, ഹസ്തിനപൂർ, പാടലിപുത്ര, മധുര, അരീക്കമേട്, ബോധഗയ, രാജഗൃഹ, കാവേരിപട്ടണം തുടങ്ങിയവ. നഗരങ്ങളുടെ പ്രവർത്തനം നോക്കിയാൽ ഓരോ നഗരത്തിനും ഓരോ പ്രവർത്തന രീതിയായിരുന്നു. ചില നഗരങ്ങൾ മതപരമായ കാര്യങ്ങൾക്കും മറ്റു ചിലവ ഭരണകാര്യങ്ങൾക്കുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സോപാര പോലെയുള്ള നിരവധി നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചവയായിരുന്നു. വളരെ പ്രശസ്തമായ രണ്ട് നഗരങ്ങളായിരുന്നു മധുരയും അരീക്കമേടും. കുശാനന്മാരുടെ രണ്ടാമത്തെ തലസ്ഥാനമായിരുന്ന മധുര ക്ഷേത്രങ്ങളുടെയും മൊണാസ്ട്രികളുടെയും കലകളുടെയും കരകൗശലങ്ങളുടെയും എല്ലാം കേന്ദ്രമായിരുന്നു. മധുര സ്കൂൾ ഓഫ് ആർട്ടിന്റെ വളർച്ചയ്ക്ക് കാരണമായ നഗരമാണിത്. ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇത് വിശദമായിട്ട് ഹയർ ലെവലിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ്, ജൈന ഷ്രൈൻസ് തുടങ്ങിയവയൊക്കെയുള്ള ഇടമായിരുന്നു മധുര. കൂടാതെ കൃഷ്ണ ആരാധനയുടെ ഇടവുമായിരുന്നു മധുര എന്ന് പറയുന്നത്. അരീക്കമേട് പ്രസിദ്ധമായ തീരപ്രദേശ വ്യാപാര കേന്ദ്രമായിരുന്നു. കയറ്റിറക്കുമതിയുടെ തുറമുഖമായിരുന്നു അരീക്കമേട്. റോമിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ജീവിത രീതി ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും കീഴിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. കൂടുതൽ ജനങ്ങളും ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. അവർ കർഷകരായിരുന്നു. തീരപ്രദേശങ്ങളിലായിരുന്നു നഗരങ്ങൾ അധികവും. റോമും ചൈനയുമായി വ്യാപാരമുണ്ടായിരുന്നു. ജനങ്ങൾ ചൂതുകളി പോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. ഭരണത്തലവൻ രാജാവായിരുന്നു. സഭ എന്ന പേരിൽ ഒരു പൊതുജന കൂട്ടം ഉണ്ടായിരുന്നു. മുരുകൻ അഥവാ കാർത്തികേയനായിരുന്നു ദൈവസങ്കല്പം. പെണ്ണാറിനും വേളൂർ നദിക്കും ഇടയിലായിരുന്നു ചോള കിങ്ഡം സ്ഥിതി ചെയ്തിരുന്നത്. അവരുടെ അധികാര കേന്ദ്രം ഉറയൂർ ആയിരുന്നു. കോട്ടന്റെ കേന്ദ്രമായിരുന്നു ഇത്. പാണ്ഡ്യ കിങ്ഡത്തിന്റെ തലസ്ഥാനം മധുരൈ ആയിരുന്നു. മുത്തുകൾക്ക് പ്രശസ്തമായ ഇടമായിരുന്നു മധുരൈ. മെഗസ്തനീസിന്റെ ഗ്രന്ഥത്തിലും സംഘം ലിറ്ററേച്ചറിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മധുരയെക്കുറിച്ചും മധുരയെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. പാണ്ഡ്യ കിങ്ഡത്തിന്റെ മധുരൈ എന്നുള്ള തലസ്ഥാനം അത്
തമിഴ്നാട്ടിലും മധുര നോർത്ത് ഇന്ത്യയിലുമുള്ളൊരു സ്ഥലമാണെന്നുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. തമിഴ് റീജിയണിലുള്ള ഭൂവുടമകളെ വെള്ളാളർ എന്നാണ് വിളിച്ചിരുന്നത്. നിലമുഴുന്നവരെ ഉഴവർ എന്നും ഭൂമിയില്ലാത്ത തൊഴിലാളികളെയും അടിമകളെയും കടൈസ്യർ എന്നും അല്ലെങ്കിൽ അടിമയെന്നും വിളിച്ചു പോന്നു. രാജ്യത്തിന്റെ വടക്കു ഭാഗങ്ങളിൽ ഗ്രാമത്തലവനെ ഗ്രാമഭോജക എന്നാണ് വിളിച്ചിരുന്നത്. സ്വതന്ത്ര കർഷകരെ ഗൃഹപതീസ് എന്നും വിളിക്കുന്നു. ഇവർ ചെറിയ ഭൂവുടമകളും ആയിരിക്കും. കൃഷിസ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ദാസകർമ്മകാര എന്നും വിളിക്കുന്നു. ഇവർക്ക് സ്വന്തമായി ഭൂമി ഇല്ലായിരുന്നു. ഇനി സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴിലെ ആദ്യകാല എഴുത്തുകളെ ആണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. 2300 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ രചിച്ചത്. സംഘ എന്ന കവികളുടെ കൂട്ടായ്മയിലാണ് ഓരോ രചനകളും അവയുടെ ക്രോഡീകരണവും നടന്നത്. മധുരയിലാണ് ഇത് നടന്നത്. അതിനാൽ ഇതിനെ സംഘം ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സിറ്റിയാണ് ബറൂച്ച്. ഇതിനെ ഗ്രീക്കില് ബാരിഗാസ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ നാരോ ഗൾഫാണ് ഇതിനുണ്ടായിരുന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു കടലിൽ നിന്നും ഇവിടേക്ക് വന്ന് നങ്കൂരമിടാൻ. ബറൂച്ചില് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കൾ ഇവയായിരുന്നു: വൈൻ, കോപ്പർ, ടിൻ, ലെഡ്, കോറൽ, ടോപ്പസ്. ടോപ്പസ് എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് സ്റ്റോൺ ആണ്. പിന്നെ ക്ലോത്ത്സ്, ഗോൾഡ്, സിൽവർ കോയിൻസ് തുടങ്ങിയവയായിരുന്നു ബറൂച്ചിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബറൂച്ചിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹിമാലയത്തിൽ നിന്നുള്ള സസ്യങ്ങൾ, ഐവറി, അഗേറ്റ്. അഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഓർണമെന്റൽ സ്റ്റോൺ ആണ്. പിന്നെ കാർണീലിയൻ, അതൊരു ജെം സ്റ്റോൺ ആണ്. കോട്ടൺ, സിൽക്ക്, പെർഫ്യൂംസ് തുടങ്ങിയവയായിരുന്നു ബറൂച്ചിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തത്. കൂടാതെ രാജാവിനുള്ള പാരിതോഷികങ്ങളും കച്ചവടക്കാര് നൽകിയിരുന്നു. അതിൽപ്പെട്ടതാണ് സിൽവറിന്റെ വെസൽസ്, പിന്നെ പാട്ടുപാടുന്ന ആൺകുട്ടികള്, സുന്ദരികളായ സ്ത്രീകള്, പിന്നെ നല്ല വൈനുകള്, പിന്നെ ഭംഗിയേറിയതും വിലപിടിപ്പുള്ളതുമായ ക്ലോത്തുകൾ തുടങ്ങിയവയൊക്കെ രാജാവിന് നൽകിയിരുന്നതിൽ പെടുന്നു. ഇനി റോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ സാമ്രാജ്യങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന ഒരു നഗരമാണ് റോം. യൂറോപ്പിൽ മുഴുവനും നോർത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു റോം. ആ സാമ്രാജ്യത്തിന്റെ പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇഷ്ടികയാൽ പണിതിരുന്ന റോം നഗരത്തെ അദ്ദേഹം മാർബിളിലേക്ക് മാറ്റി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിൻഗാമികളായ രാജാക്കന്മാരും കൂടി ചേർന്ന് ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും മറ്റും പണിതു. തുറന്ന തിയേറ്ററുകൾ പൊതുജനങ്ങൾക്ക് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും കാണുന്നതിനും കുളിക്കുന്നതിനും ആനന്ദിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പണിതു കൊടുത്തു. വലിയ ജലസംഭരണികൾ ഉണ്ടായിരുന്നു. നഗരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും കുളിക്കുന്നതിനും ശുചിമുറികൾക്കും മറ്റുമായിട്ടാണ് ഈ ജലം ഉപയോഗിച്ചിരുന്നത്.